ഹായ്, ഞാൻ ലിയ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ ഭയങ്കരമായിട്ട് സെല്ലിങ് വരുമോ, വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യേഴ്സ് അല്ല, റെക്കമെൻഡേഷനൊന്നുമല്ല, കാര്യങ്ങൾ പറയുന്ന കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തിട്ട് തന്നെ അങ്ങ് തുടങ്ങാം. ഇത് നോക്കി, മന്ത്ലി ചാർട്ട് ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമാണ്. ഓരോ വലിയ ഇടിവ് വന്ന കാലഘട്ടം കഴിയുമ്പോഴും അപ്പം പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പോയ ചരിത്രമുള്ളത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക മാന്ദ്യമൊക്കെ വന്നൊരു കാലഘട്ടമാണ്. വലിയ കറക്ഷൻ വന്നു, ഇവിടെ വലിയ കറക്ഷൻ വന്നു, ഇവിടെ ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്, ഇത് ഭയങ്കര വലിയൊരു കറക്ഷൻ വന്നിട്ടുണ്ട്, ഈ ഏരിയയിലൊക്കെ ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള ഓരോ കറക്ഷൻ വന്ന് കഴിഞ്ഞിട്ടും അവൻ ആ താഴെ നിൽക്കുകയല്ലേ ഇത്, പുതിയ ഉയരങ്ങൾ. അത് കഴിഞ്ഞിട്ട് ആ ഒരു സെല്ലിങ്ങിന് കാരണമായിട്ടുള്ള കാരണം കഴിഞ്ഞ് അതിൻ്റെ ആ സെല്ലിങ് പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പുതിയ ഓൾ ടൈം ഹൈയിലേക്ക് കയറി പോവുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കയറി പോണേ? മാർക്കറ്റിന് എപ്പോഴും ഒരേ അവസ്ഥയിൽ തന്നെ നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് പുതിയ ഉയരങ്ങൾ കൂടുതൽ. ഇപ്പോഴാണെങ്കിൽ മാർക്കറ്റ് ഓരോ ദിവസം കഴിയുന്നവരും പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു പരിധി കൂടുതൽ ഇങ്ങനെ എപ്പോഴും ഹൈ എന്നും പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു കറക്റ്റ് ചെയ്യാനൊരു കാരണം കിട്ടും. അപ്പം അതുപോലുള്ള അവസരം വരുമ്പോൾ തന്നെ പ്രോഫിറ്റായിട്ട് ഒരുപാട് പേര് ഇരിപ്പുണ്ടാവും. അങ്ങനെ പ്രോഫിറ്റായിട്ട് ഇരിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അതാണ് നോർമലി നടക്കുന്നത്. അപ്പം ഈ ഒരു സെല്ലിംഗ് ഒക്കെ കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും പേടിക്കണ്ട. ഇപ്പോഴത്തെ മാർക്കറ്റ് എങ്ങനെയാണ് നിൽക്കുന്നത്? മാർക്കറ്റ് ഒരു പുതിയ ഉയരം കുറിച്ചു. ഇപ്പോഴാണെങ്കിൽ സാമ്പത്തിക മാന്ദ്യം വരുന്നു, യുദ്ധം വരുന്നു, പിന്നെ അങ്ങനെ ആയിട്ടുള്ള കാരണങ്ങൾ കാരണം അതൊരു സെല്ലിങ് വരുന്നതായിട്ട് നമുക്ക് ഇപ്പം നിലവിൽ അറിയുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുക, ഈ കാലഘട്ടത്തിൽ നമ്മൾ നോർമൽ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കുക. സാമ്പത്തിക മാന്ദ്യം വന്നാലും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റോക്കുകൾ, ഈ സാമ്പത്തിക മാന്ദ്യം വന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചികിത്സിക്കാതിരിക്കുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ അതിൻ്റെ ആ ഒരു വഴിക്ക് തന്നെ പോകും, ചികിത്സ തേടി നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റോക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ സൊമാറ്റോ, പിന്നെ മിസ്സിസ് സ്പെക്ട്ര ഫുഡ്, അങ്ങനെ അതുപോലെ ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള കമ്പനികൾ. അപ്പം പിന്നെ നമ്മൾ ഈ സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ഇച്ചിരി നീക്കി വെക്കുന്ന ഒരു ചെറിയ കാലഘട്ടത്തിൽ ഒരു ചെറിയൊരു സാമ്പത്തിക മാന്ദ്യമൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ മൊബൈല്, ടി വി, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഒരു പരിധി കൂടുതൽ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി വെക്കാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിന് പകരമായിട്ട് പുതിയതൊരെണ്ണം വേണം, അല്ലെങ്കിൽ അത് നന്നാക്കിയെടുക്കും. അപ്പോൾ അങ്ങനത്തെ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ മൊബൈൽ ഫോണുകളൊക്കെ, ടി വി, കമ്പ്യൂട്ടർ, അങ്ങനെയുള്ള ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ വരുമ്പോഴത്തേനും അത് നമുക്ക് നിത്യജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കാനായിട്ട് ഒരു പരിധി കൂടുതൽ അതിനെ നീക്കി വെക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല. പ്രത്യേകിച്ച് മൊബൈലൊക്കെ ആണെങ്കിൽ ഇന്ന് ഓരോരുത്തരുടെ ജീവിതത്തിൽ അത്യാവശ്യ ഘടകമാണ്. അപ്പോൾ നമുക്ക് ഡിക്സൺ ടെക്നോളജി, സെർമ SGX അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഒരു പേടിക്കേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ അകത്ത് ഡിക്സനൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കാട്ടോ. ഡിക്സനും സെർമ എൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കാട്ടോ. പിന്നെ ഹോസ്പിറ്റൽ സ്റ്റോക്കുകളും എൻ്റെ കയ്യിലുണ്ട്. ആസ്റ്ററുണ്ട്, ഗ്ലോബൽ ഹെൽത്ത് ഉണ്ട്, പിന്നെന്താ റെയിൻബോ ചിൽഡ്രൻസ് ഹോസ്പിറ്റലുണ്ട്. ഇതൊക്കെ എന്തിനാ, ഞാൻ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്തേക്കുന്ന സ്റ്റോക്കുകളാണ്. എന്തുകൊണ്ട് ഹോൾഡ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മുടെ ഈ ചുറ്റുപാടും തന്നെയുള്ള ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ തിരക്ക് കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ പിന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ പേശുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന് കടയിൽ പോയിട്ട് നമ്മൾ പേശുമോ? ഒരിക്കലും പേശിയല്ല. അത് വില കുറവ് കിട്ടും, വില കുറവ് കിട്ടും എന്നും പറഞ്ഞിട്ട് അവിടെ പോയി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അത് കുറച്ച് തരാമെന്നും പറയുമൊന്നുമില്ല. അവർ പറയുന്നതാണ് റേറ്റ്, അവർ പറയുന്നതാണ് ചികിത്സ, അവർ പറയുന്ന രീതിയിൽ തന്നെ പോകണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് നമ്മൾ മറുപടി തീരുമാനം എടുക്കുക. അല്ലാണ്ട് ഈ ഒരു സാമ്പത്തിക മാന്ദ്യം വരുന്നു, യുദ്ധം വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക? നല്ല സ്റ്റോക്കുകൾ, നല്ല ഫണ്ടമെൻ്റലായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള കടം കുറവുള്ളത്, അല്ലെങ്കിൽ കടയില്ലാത്തത്, പിന്നെ വളർച്ചാ സാധ്യതയുള്ള ഭാവിയിലേക്ക് ഒരു 10-20 കൊല്ലം കഴിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് വളർച്ചാ സാധ്യതയുള്ള സ്റ്റോക്കുകളൊക്കെ എന്തിനാ ഇട്ടെറിഞ്ഞു പോവാതെ ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമുള്ള സ്റ്റോക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ആവറേജ് ചെയ്യാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആവറേജ് ചെയ്യുക, ഇല്ലെങ്കിൽ അനങ്ങാതിരിക്കുക. ഈ സെല്ലിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ അവൻ പുതിയ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? ഇതുപോലുള്ള അവസരങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ പാനിക്കായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ല സ്റ്റോക്കുകൾ വിറ്റ് കളയാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റായിട്ട് പറയാനുള്ളത്. അപ്പോൾ അത് ചിന്തിച്ചിട്ട് നമ്മളിങ്ങനെയുള്ള ബേസിക് നമ്മൾ ടെൻഷൻ കയറി അയ്യോ എൻ്റെ കാശ് മൊത്തം പോകുമെന്നും പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ നമ്മുടെ ചിന്തയിൽ നിന്നൊക്കെ ഈ ഇതുപോലുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകും. അപ്പോൾ വിട്ടുപോയി കഴിയുമ്പോഴത്തേനും നമ്മളെന്ത് ചെയ്യും? അത് പാനിക്കായിട്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അതൊരു കൺസോളേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ പുതിയ ഓൾട്ടൈഹൈ ക്രിയേറ്റ് ചെയ്ത് പോയി കഴിയുമ്പോൾ നമ്മൾ അയ്യോ എന്ന് പറയും. അത് നമ്മൾ ഒഴിവാക്കില്ല. നമ്മളിപ്പോൾ പിന്നെ ഈ ഡ്രസ്സുകൾ, പിന്നെ ചെരുപ്പുകൾ, അപ്പോൾ അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കില്ല. എന്ത് വന്നാലും ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റുകൾ ഇതുണ്ടാവും. പിന്നെ വാഹനങ്ങൾ, അതൊക്കെ നമ്മളൊരു കുറച്ച് വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു കുറച്ച് കാലത്തേക്ക് നമ്മൾ നീട്ടി വെച്ചാലും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തു വന്നാലും വാങ്ങിക്കാനുള്ള ഒരവസരം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് എങ്ങനെയെങ്കിലും നമ്മളത് സ്വന്തമാക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ, ഹോസ്പിറ്റല്, മൊബൈല്, ഭക്ഷണം, ഇലക്ട്രോണിക് സാധനങ്ങൾ, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ബേസിക്കായിട്ട് വേണ്ട ഐറ്റംസ് വേണ്ടതൊക്കെ നമ്മളെന്ത് ചെയ്യുക? അങ്ങനെയുള്ളതും പിന്നെ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള ഈ കമ്പനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാണ്ട് ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമുള്ള സ്റ്റോക്കുകൾ, കടം കുറവുള്ളത്, അങ്ങനത്തെ ഒരു വരുന്ന സ്റ്റോക്കുകൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഇനി സാമ്പത്തിക മാന്ദ്യം വന്നു എന്ന് വിചാരിക്കുക, വന്നാലും നമുക്ക് എന്ത് ചെയ്യുക? അപ്പോഴത്തേന് സാമ്പത്തിക മാന്ദ്യത്തിനെ മറികടക്കാൻ വേണ്ടി വിവിധ ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യും? അതിനെ മറികടക്കാനുള്ള രീതി അവർ നോക്കും. അപ്പോഴും മാർക്കറ്റിന് എന്ത് കിട്ടും? മാർക്കറ്റിനും ഉണർവേകി പുതിയ വോൾട്ടേജിലേക്ക് പോകും. അപ്പം ഈ ഇടിവൊക്കെ കണ്ട് നമ്മൾ പാനിക്കാവാതിരിക്കുക. നമ്മുടെ മാർക്കറ്റാണെങ്കിലോ അടുത്തൊരു 10-15 വർഷത്തിനുള്ളിൽ തന്നെ നമ്മളൊരു വലിയൊരു എക്കണോമി ആയിട്ട് മാറാനായിട്ടുള്ള എല്ലാ സാധ്യതയും എല്ലാ ലക്ഷണങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഓരോ ഇടിവിലും എന്ത് ചെയ്യുക? ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള, ഞാൻ ഈ പറഞ്ഞ കമ്പനികൾ മാത്രമൊന്നും അല്ല കേട്ടോ, നിരവധി ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള സ്റ്റോക്കുകൾ വാങ്ങിക്കാനായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു വെക്കുക. സ്വന്തമായിട്ട് പഠിക്കണം കേട്ടോ. അല്ലാണ്ട് മറ്റത് കേട്ട് കഴിഞ്ഞിട്ട് അതിലങ്ങ് തീരുമാനം എടുക്കില്ല. അത് കൂടാണ്ട് ഇപ്പോൾ ഇതുപോലെ എൻ്റെ ചാനലിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതുപോലെയുള്ള ചാനൽ ഇതുപോലെയുള്ള ഇതിലെടുത്തിട്ട് ആ ഒരു അഭിപ്രായം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് ആ കമ്പനിയിൽ എന്തോ ഒരു വിശ്വാസം ഉണ്ടെന്നുള്ളത് സ്വന്തമായിട്ട് ഫുള്ളായിട്ട് വിലയിരുത്തി മൊത്തമായിട്ട് പഠിച്ചിട്ട് വേണം മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മാർക്കറ്റിൽ നമുക്ക് പേടി നമ്മുടെ പുറകെ ഉണ്ട്, ആത്മവിശ്വാസം കിട്ടിയല്ല. നമ്മൾ സ്വന്തമായിട്ട് അതിനെക്കുറിച്ച് ഫുള്ളായിട്ട് പഠിച്ച് നമുക്ക് ആ ഒരു വിശ്വാസം നമുക്ക് എന്തുകൊണ്ടത് ഞാൻ നിക്ഷേപിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ
പിന്നെ ഇപ്പം നമുക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ആ ലക്ഷ്യത്തിനനുസരിച്ച് എല്ലാ റിസൾട്ടുകളും കാര്യങ്ങളും പഠിച്ച് പോയാൽ മതി. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും നമുക്കെന്നാ വലിയ വലിയ ലക്ഷ്യങ്ങൾ, വലിയ വലിയ നേട്ടങ്ങൾ നമ്മുടെ പുറകെ തേടിയെത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്ന് ഞാൻ സത്യത്തിൽ ഈ വീഡിയോ അല്ല ഉദ്ദേശിച്ചിരുന്നത്, ഞാനൊരു സ്റ്റോക്കിൻ്റെ വീഡിയോ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിലൊരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇതാണ് അതിനേക്കാൾ ഇമ്പോർട്ടൻസ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാനിത് കുറച്ച് നാൾ മുമ്പ് ഇതുപോലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇതുപോലുള്ള പാനിക് അവസരങ്ങളിൽ പാനിക്കാവാതെ നമ്മൾ വിവേകപൂർവ്വം ചിന്തിച്ച് അതിന് തീരുമാനം എടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ബൈയിങ് അവസരങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, മുൻകൂട്ടി പഠിച്ചു വെക്കണം. അതിനാണ് ഈ റാലിയൊക്കെ നടത്തുമ്പോൾ നമ്മൾ സ്റ്റോക്കുകളിൽ ആ റാലി പുതിയ ഓൾട്ടൈക്കായി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം സ്റ്റോക്ക് വാങ്ങിക്കാതെ അതിൻ്റെ അകത്ത് പെർഫോം ചെയ്യുന്ന നല്ല സ്റ്റോക്കുകളെ നമ്മൾ കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് പഠിച്ചു വെക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ഇടിവിൻ്റെ സമയത്ത് നമ്മൾ പിന്നെ ഒന്നും നോക്കാൻ അധികമൊന്നും ഇതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ എടുക്കുക, നമ്മുടെ പഠിച്ചു വച്ചിരുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ആ സ്റ്റോക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ആ സമയത്ത് അതിന് വേറെ ഫണ്ടമെൻ്റൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ വാങ്ങിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ എന്തുവന്നാലും ഇതിൻ്റെ അകത്ത് ഇച്ചിരി കഷ്ടപ്പെടാൻ കമ്പനീനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. ആദ്യകാലത്ത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും, കുറച്ച് കാലം കഴിയുമ്പോഴത്തേനും അതൊരു നമ്മുടെ ഒരു ശീലമായിട്ടങ്ങ് മാറും. അപ്പോൾ നമുക്ക് വലിയൊരു നേട്ടങ്ങൾ പുറകെ തേടിയെത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാനിവിടെ വീഡിയോ നിർത്തുന്നു. ഇതൊരു ബയ്യോ സെല്ലർ റെക്കമെൻഡേഷനൊന്നുമല്ല, കാര്യങ്ങൾ പറഞ്ഞു കമ്പനീനെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നത്. നന്ദി, നമസ്കാരം, താങ്ക് യു.